ഹലോ മച്ചന്മാരെ, ഇന്ന് നമുക്ക് മദനോത്സവം എന്ന് പറയുന്ന നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടൊക്കെ അഭിനയിച്ച അടിപൊളി ഒരു മൂവിയുടെ കഥ നോക്കിയാലോ. സുഹൃത്ത് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഒക്കെ നമ്മുടെ നായകനെ ഏൽപ്പിച്ചിട്ടാണ് മരിക്കുന്നത്. പിന്നീട് അവളെ കല്യാണം കഴിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന നായകനാണെങ്കിലോ, മകൾ അച്ഛ എന്ന് വിളിച്ചാൽ മാത്രമേ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ പറ്റൂ എന്ന് ഭാര്യ പറയുന്നുണ്ട്. അങ്ങനെ മകളെ കൊണ്ട് അച്ഛ എന്ന് വിളിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം കടന്നു വരികയാണ്. എന്നാൽ എന്താണ് ആ പ്രശ്നം എന്നറിയാനായിട്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണുക. അടിപൊളി ഒരു മൂവിയാണിത്. അപ്പോൾ നേരെ നമുക്ക് എക്സ്പ്ലനേഷനിൽ കിടക്കാം. അതിന് മുമ്പിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സിനിമയുടെ തുടക്കത്തിനായിട്ട് നമ്മുടെ നായകനായ മദനെയും അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരനായ മോഹനെയും കാണിക്കുന്നുണ്ട്. മദനാണെങ്കിൽ കളർ കോഴിയൊക്കെ കളറടിച്ച് വിൽക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഹനാണെങ്കിലോ മരം മുറിക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഹന് ഭാര്യയും ഒരു കുഞ്ഞുണ്ട്. ഒരിക്കൽ മദൻ തൻ്റെ അമ്മയ്ക്ക് വയറിന് സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് കദളിപ്പഴം കഴിക്കാനായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നതിനായിട്ട് എളുപ്പമാണെന്നൊക്കെ അമ്മായി പറയുന്നുണ്ട്. ഇത് പറയുന്നതനുസരിച്ച് മോഹൻ്റെ വീട്ടിൽ കദളിപ്പഴം ചോദിക്കാനായിട്ട് അവൻ അവിടേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ വാഴക്കുല വെട്ടാനായിട്ട് കയറുന്ന മോഹനാണെങ്കിൽ ആ കൊലയുടെ മുകളിൽ നിന്ന് തെന്നി തറയിൽ വീഴുകയാണ്. അങ്ങനെ താഴെ നിന്ന് തെറിച്ചവൻ പോയി വീണ് അവൻ്റെ ബോധം പോവുകയും ബോധം ഒന്ന് തെളിയുന്ന സമയത്ത് ഞാൻ ചത്തുപോയി കഴിഞ്ഞാൽ എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും നീ തന്നെ നോക്കണമെന്ന് മദനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ മരിച്ചു പോവുകയും ചെയ്യുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ മദനാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വാടക വീട്ടിലായതുകൊണ്ട് തന്നെ ആലീസും കുഞ്ഞും വീടൊഴിഞ്ഞ് കൊടുക്കേണ്ടി വരേണ്ട ഒരു സിറ്റുവേഷനൊക്കെ അവിടെ വരികയാണ്. അങ്ങനെ മദൻ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ അവൻ്റെ അമ്മായി ആണെങ്കിൽ അവരെ വീട്ടിൽ കെട്ടാനൊന്നും തയ്യാറാവുന്നില്ല. മദൻ പറയും, നിങ്ങളുടെ ഒറ്റ ഒരാളുടെ കാരണം കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്, അപ്പോൾ അവൾ വിധവയായെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ അകത്തേക്ക് അവരെ കയറ്റുകയും ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ ആലീസാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്. മദന് ആലീസിനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ അമ്മായി നാട്ടുകാർ അതും ഇതുമൊക്കെ പറയുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അക്കാര്യം കേൾക്കുന്ന ആലീസാണെങ്കിൽ വന്ന് പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം, അപ്പോൾ ഈ നാട്ടുകാരുടെ സൂക്കേടൊക്കെ അങ്ങ് തീരുമല്ലോ എന്ന് മദനോട് പറയുന്നുണ്ട്. അങ്ങനെ മദനും ആലീസും രജിസ്റ്റർ മാരേജ് ചെയ്യുകയാണ്. അന്ന് രാത്രി മദനൻ ആലീസിനോട് അടുത്തേക്ക് എത്തുമ്പോൾ ആലീസ് പറയുന്നുണ്ട്, ഒരു ഭാര്യയുടെ കടമകൾ ചെയ്യണമെങ്കിൽ മകൾ തന്നെ അച്ഛ എന്ന് വിളിക്കണമെന്ന് അവൾ പറയുന്നുണ്ട്. പിറ്റേ ദിവസം മുതൽ മദനാണെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് അച്ഛ എന്ന് വിളിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങുകയാണ്. അങ്ങനെ കുട്ടി മാമ എന്നല്ലാതെ അച്ഛ എന്ന് ഒരു വാക്ക് പോലും വിളിക്കുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. മദന് ആകെ വിഷമം ആവുകയാണ്. ഒരിക്കൽ കോഴിക്കുഞ്ഞുങ്ങളുമായിട്ട് കച്ചവടത്തിന് പോകാൻ ഇറങ്ങുന്ന മദൻ ആണെങ്കിൽ വഴിയിൽ തെന്നി വീഴുകയാണ്. ഇത് ആ കുട്ടി അവിടെ നിന്ന് കാണുന്നുണ്ട്. അവൾ ആലീസിനെ അമ്മേ അച്ഛൻ വീണു എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കാണുമ്പം മദന് വളരെയധികം സന്തോഷമാവുകയാണ്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവരെ നോക്കി ചിരിക്കുകയാണ്. ആലീസും പൊട്ടിച്ചിരിക്കുകയാണ്. അന്ന് രാത്രി മദൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ ആയിട്ട് ഒരു കവർ ബൂസ്റ്റും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ്. കുളിച്ചിട്ട് വരുന്ന മദനൻ ആണെങ്കിൽ ബൂസ്റ്റ് എവിടെയെന്ന് ആലീസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു അടുത്ത ബന്ധു വന്നിട്ടുണ്ട്, അയാൾ പുറത്തുണ്ട്, അയാൾക്ക് അത് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മദനാണെങ്കിൽ പുറത്തു പോയിട്ട് ആരാണ് അവിടെ വന്നിരിക്കുന്ന ബന്ധു എന്ന് നോക്കുന്നുണ്ട്. ഇത് ചിന്തൻ ഇളയപ്പൻ എന്ന് പറയുന്ന ആളാണ് വന്നിരിക്കുന്നത്. ചിന്തൻ മദനെയും കൂട്ടി ഒരു പാർട്ടി ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു. എന്തിനാണെന്ന് പോലും മദന് അറിയില്ല. അവൻ കുറേ വട്ടം വരുന്നില്ലെന്നൊക്കെ പറഞ്ഞാലും അയാൾ നിർബന്ധിച്ച് അവനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഈ രാത്രി കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ മദനം പറയുമ്പം പറ്റില്ലെന്ന് ഇളയപ്പൻ പറയുകയാണ്. അങ്ങനെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ആലീസിനോട് അവൻ പറയുകയാണ് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ പാർട്ടി ഓഫീസിലെത്തിയിട്ട് പാർട്ടിക്കാരും ചിന്തനും മദനെയൊക്കെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. നോമിനേഷൻ കൊടുക്കും. യഥാർത്ഥ സ്ഥാനാർത്ഥി മറ്റൊരാളാണ്. മദനൊരു ഡെമ്മി സ്ഥാനാർത്ഥിയാണെന്ന് എതിർ പാർട്ടിക്കാർക്ക് മുന്നേ അങ്ങനെ ചെയ്യുന്ന പരിപാടിയുണ്ടല്ലോ. ഈ പാർട്ടിക്കാരൻ ഡെമ്മിയായി മദനെ ഇങ്ങനെ നിർത്താനുള്ള പരിപാടിയാണ്. അതിനുള്ള കമ്മീഷനായിട്ട് കുറച്ച് ക്യാഷ് ചിണ്ടന് എണ്ണിക്കൊടുക്കുകയും ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് പോകാൻ ഇറങ്ങുന്ന മദനോട് ഇന്ന് രാത്രി ഇവിടെ കഴിയാനായിട്ട് പാർട്ടിക്കാർ പറയുകയാണ്. മാത്രവുമല്ല ചിണ്ടനും ആ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരാളും തമ്മിൽ കമ്മീഷൻ്റെ പേരിൽ ചെറിയൊരു വാക്ക് തർക്കമൊക്കെ അവിടെ വെച്ചുണ്ടാകുകയും ചെയ്യുകയാണ്. അങ്ങനെ ചിണ്ടനെയും മദനെയൊക്കെ അവർ ഒരു ദിവസം ആ പാർട്ടി ഓഫീസിൽ അടച്ചിടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മദനാണെങ്കിൽ ആകെ വിഷമമാവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നോമിനേഷനൊക്കെ സമർപ്പിക്കുകയാണ്. അതിനുശേഷം മദനെ ഒരു ജീപ്പിൽ കയറ്റി അവർ കൊണ്ടുപോവുകയാണ്. ചിന്തനാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കമ്മീഷനും വാങ്ങി മദനിലുള്ള കാശ് ഉടനെ എത്തിക്കാമെന്ന് പറഞ്ഞ് വഴിയിൽ ഇറങ്ങുന്നുണ്ട്. മദനെയും കൊണ്ടുപോകുന്ന ജീപ്പാണെങ്കിൽ പകുതി വഴിയിൽ നിർത്തി എല്ലാവരും മൂത്രമൊഴിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. മദനെയും നിർബന്ധിച്ച് അവർ മൂത്രമൊഴിക്കാനായിട്ട് ഇറക്കിയാണ്. അങ്ങനെ മദൻ ഇറങ്ങുന്ന സമയത്ത് അവർ ജീപ്പും എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം വായും പൊളിച്ച് നിൽക്കുന്ന മദൻ അടുത്തേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ ഒരു ബുള്ളറ്റ് വരും എന്ന് അവരുടെ മുന്നിൽ വന്ന് നിർത്തുകയാണ്. അച്യുതൻ നമ്പൂരി, ശങ്കരൻ നമ്പൂരി എന്ന പേരുള്ള രണ്ട് പേരാണത്.
മദനെ കൊണ്ടുപോകാനുള്ള വരവാണെന്ന് അവന് മനസ്സിലായി. മദൻ അവിടെ നിന്നും ഓടുകയാണ്. അവരും പിറകെ ഓടുന്നുണ്ട്. എന്നാൽ ഒരു സ്ഥലം എത്തുമ്പോൾ ഒരു ഫ്ലെക്സിന് മുന്നിൽ മദൻ അങ്ങനെ തെന്നി വീഴുകയാണ്. അത് എതിർ പാർട്ടി സ്ഥാനാർത്ഥിയായ മദനൻ മഞ്ചക്കാരൻ്റെ ഫ്ലെക്സിന് മുന്നിലായിരുന്നു. അപ്പോഴാണ് അതിന് കാര്യം മനസ്സിലാവുന്നത്. അയാളുടെ ഡെമ്മി ആയിട്ടാണ് ഇവനെ അപരനായിട്ടാണ് മദനെ അവിടെ നിർത്തുന്നതെന്നുള്ള കാര്യം. അങ്ങനെ രണ്ട് നമ്പൂതിരിമാരും മദനെയും കൊണ്ട് ബുള്ളറ്റിൽ പോകവേ മദനാണെങ്കിൽ ബഹളം വെക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ വണ്ടി നിർത്തി തോക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവനെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫോട്ടോ കാണിച്ചിട്ട് ഇതല്ലേ നീ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊരു കൊട്ടേഷനാണെന്നും അവനോട് പറയുന്നുണ്ട്. കുറച്ച് നാൾ കൂടി ഞങ്ങളുടെ കൂടെ ജീവിക്കാം, അടങ്ങി ഒതുങ്ങി നിന്നോണമെന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. മറ്റൊരു വശത്ത് മദൻ്റെ വീട്ടിലെത്തുന്ന ചിന്തനാണെങ്കിൽ തുച്ഛമായ തുക ആ അമ്മായിയെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അമ്മായിക്ക് ഒരു 7,000 രൂപയ്ക്കാണ് അയാൾ കൊടുക്കുന്നത്. എന്നിട്ട് മദൻ ദുബായിൽ പോയിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർ വഴിയാണ് അവിടെ എത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. ദുബായിൽ കളർ കോഴി കുഞ്ഞുങ്ങളെ തുടങ്ങുന്നൊരു ബിസിനസ്സാണെന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ചിന്തൻ ഇങ്ങനെ കള്ളമൊക്കെ പറയുന്നത്. അതേസമയം തന്നെ മഞ്ഞക്കാരൻ്റെ ആളുകൾ മദനെപ്പറ്റി തപ്പി നാട്ടിലെത്തുകയാണ്. അങ്ങനെ ആലീസിൻ്റെ ബന്ധുവായ ജോജുവിനെ കുറിച്ച് കാണുന്നുണ്ട്. അങ്ങനെ മദൻ്റെ വീട് അയാളോട് ചോദിക്കുകയാണ്. ഈ ജോജുവിനാണെങ്കിൽ ആലീസിനോട് ചെറിയൊരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇവനെ ഓടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് അവൻ വീട്ടിലേക്ക് വരികയാണ്. ദുബായിൽ പോയെന്ന് അമ്മായി ആലീസും പറയുന്നുണ്ട്. പാർട്ടിക്കാർ അവനെ മാറ്റിയതാണെന്ന് മനസ്സിലാക്കിയ മഞ്ഞക്കാരൻ്റെ ആളുകൾ മദനെ തപ്പി ഇറങ്ങുകയാണ്. മറ്റൊരു വശത്ത് ആ രണ്ട് നമ്പൂതിരിമാരും അവരുടെ തലവനും അടുത്ത് മദനെ എത്തിക്കുകയാണ്. ഒരു ലോഡ്ജിൽ മദനെ ഒളിപ്പിച്ച് താമസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ ലോഡ്ജ് മനസ്സിലാക്കിയ മഞ്ഞക്കാരൻ്റെ ആളുകൾ ലോഡ്ജിൽ എത്തുകയും അതേസമയം തന്നെ അവരുടെ റൂമിലേക്ക് ലോഡ്ജിലെ ഒരു ജോലിക്കാരൻ എത്തി റൂമിലെ ഫോൺ കേടാണ്, അതൊന്ന് റിപ്പയർ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് മദൻ അവനോട് സംസാരിക്കുകയും അയാളുടെ കൂടെ വേറൊരു സ്ഥലം വരെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഈ ഫൈറ്റ് നടക്കുന്ന സമയം അവൻ അയാളുടെ കൂടെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ബുള്ളറ്റും എടുത്ത് ആ നമ്പൂതിരിമാർ രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മദനൻ മറ്റൊരു വശത്ത് ഫോൺ ശരിയാക്കാൻ വന്ന പയ്യനല്ലേ അവനോടൊപ്പം ഒരു സ്ഥലത്തെത്തുകയാണ്. ആ ഒരു സ്ഥലത്തെത്തിയിട്ട് പയ്യൻ്റെ അടുത്ത് നിന്ന് അവൻ ഇറങ്ങി ഓടുകയാണ്. ഒരു ബൈക്കിന് കൈ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ബൈക്ക് ആ നമ്പൂതിരിമാരുടെ ആളായിരുന്നു. അവൻ ഇവനെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രത്തിൽ ഇവനെയും കൂട്ടി പോകുന്നുണ്ട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മദനം പിന്നെയും നമ്പൂതിരിമാരുടെ കയ്യിൽ വന്നെത്തുന്നു. എന്നാൽ എതിർ പാർട്ടിക്കാരാണെങ്കിൽ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന സമയം വരെ മദനെ തപ്പണമെന്നും പറയുന്നുണ്ട്. മദനെ നമ്പൂതിരിമാർ അങ്ങനെ മറ്റൊരിടത്തേക്ക് മാറ്റുകയാണ്. അങ്ങനെ ആലീസ് അക്കാര്യമെല്ലാം മനസ്സിലാക്കി പാർട്ടി ഓഫീസിലേക്ക് എത്തുകയാണ്. ആലീസിനെ സമാധാനിപ്പിക്കാനായിട്ട് ആ പാർട്ടിക്കാരൻ നമ്പൂതിരിമാരെ വിളിച്ചിട്ട് മദൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, അവന് ഫോണൊന്ന് കൊടുക്കുകയും പറയുന്നുണ്ട്. പക്ഷേ അവൻ വിട്ടൊന്നും പറയരുതെന്നും അയാളോട് പറയുന്നുണ്ട്. അങ്ങനെ ആലീസിനോട് സംസാരിക്കുന്ന മദനെ വിരട്ടി അവർ സംസാരിപ്പിക്കുന്നത് അവനിപ്പോൾ സേഫാണെന്നും ജോലിക്ക് വന്നതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്പൂതിരിമാർ കോള് കട്ടാക്കുന്നുണ്ട്. അങ്ങനെ മദൻ്റെ വിഷമം മനസ്സിലാക്കിയ നമ്പൂതിരിമാർ പറയുന്നുണ്ട്, 3 ദിവസം കൂടി നീ ക്ഷമിക്ക്, അതുവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ നമ്പൂതിരിമാർക്കൊപ്പം ഒരു കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് പറഞ്ഞതുപോലെ 3-ാം ദിവസം എത്തുകയാണ്. അങ്ങനെ പോകാൻ ഇറങ്ങുന്ന മദനോട് ശങ്കരൻ പറയും, ഇല്ലത്ത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. എൻ്റെയോ അച്ചുവിൻ്റെയോ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നീ ഈ തോക്കെടുത്ത് എൻ്റെ നെറ്റിയിലൊന്ന് വെക്ക്, എന്നാലേ എനിക്ക് മനസ്സമാധാനമാകൂ എന്ന് പറഞ്ഞിട്ട് ശങ്കരൻ പറയുന്നതനുസരിച്ച് മദൻ ആ തോക്കെടുത്ത് അവൻ്റെ നെറ്റിയിലേക്ക് ചൂണ്ടുകയാണ്. അതേസമയം തന്നെ മറ്റേ അച്യുത നമ്പൂരില്ലയോ മറ്റേ പാർട്ടിക്കാരുമായിട്ട് വിളിച്ച് സംസാരിക്കുകയാണ്. മഞ്ഞക്കാരൻ്റെ ആളുകൾ കയ്യിൽ മദനെ കിട്ടിയാൽ അവരവനെ കൊല്ലുമെന്നും റിസൾട്ട് വരുന്നവരെ അവനെ അവിടെ തന്നെ നിങ്ങൾ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അച്യുതനും പാർട്ടിക്കാരും തമ്മിൽ അവിടെ വെച്ച് ഫോണിൽ കൂടെ ഒരു വാക്ക് തർക്കം ഉണ്ടാകുകയാണ്. ഇതിനിടയ്ക്ക് അച്യുതൻ കൂടുതൽ കുഴപ്പം കാണിച്ചാൽ മദനെ കൊന്ന് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടിടുമെന്നൊക്കെ ഇവൻ ഫോണിൽ കൂടെ പറയുകയാണ്. ഇത് കേട്ട് മദൻ പേടിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് മദൻ ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പാവം മദന് ഓട്ടം മാത്രമേ നടക്കുകയുള്ളൂ, രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അവരുടെ കയ്യിൽ പിന്നെ അവനെ കിട്ടുകയാണ്. അങ്ങനെ അവനെ ഒരു റൂമിൽ പിന്നെ അടച്ചിടുകയാണ്. അങ്ങനെ 2 മാസം കഴിയുകയാണ്. റിസൾട്ട് വരുമ്പോൾ മദനൻ മഞ്ഞക്കാരനല്ലേ, അയാൾ തോറ്റുപോവുകയാണ്. അങ്ങനെ നമ്പൂതിരിമാർ മദനെയും കൊണ്ട് വീട്ടിലേക്ക് ആക്കുകയാണ്. അവർ കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഒരു സാധനവും ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തുന്ന മദൻ ആണെങ്കിൽ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പം അമ്മായി കാശിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ചിന്തനെ നിങ്ങൾ അല്ലേ കൊണ്ടുവന്നത്, അയാളോട് പോയി ചോദിക്കാനായിട്ട് മദനം പറയുകയാണ്. മദൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ആവശ്യത്തിന് കാശില്ലാതെ വന്നപ്പോൾ അമ്മായി അതെല്ലാം വിറ്റു എന്ന് ആലീസ് പറയുന്നുണ്ട്. വീണ്ടും കോഴിയെ വാങ്ങാനായിട്ട് പണമില്ലാതെ വിഷമിക്കുന്ന മദനോട് ആലീസ് പറയുന്നുണ്ട്, പാർട്ടിക്കാർക്ക് വേണ്ടി 1500 വോട്ടെങ്കിലും നിങ്ങൾ പിടിച്ചില്ലേ, പാർട്ടി ഓഫീസിൽ ചെന്ന് നിങ്ങൾ കാശ് ചോദിക്കാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വിറ്റ ചിന്തനോട്
കാശ് ചോദിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആലീസ് പറയുന്നതനുസരിച്ച് മദനൻ ആ നമ്പൂതിരിമാരില്ലേ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിലെത്തിയിട്ട് ചിന്തനെ കണ്ടുപിടിക്കണമെന്നും അതിനുള്ള സഹായവും ചോദിക്കുന്നുണ്ട്. അതിന് കാശ് ചിലവാകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ചിന്തനെ പിടിച്ചതിന് ശേഷം എനിക്ക് കിട്ടാനുള്ള കാശിൽ നിന്ന് നിങ്ങളും കുറച്ച് കാശ് എടുത്തോളാമായിരുന്നു പറയുന്നുണ്ട്. അങ്ങനെ അവരതിന് ഓക്കെ ആവുകയാണ്. അങ്ങനെ ഒടുവിൽ ചിന്തനെ കണ്ടെത്തി വിരട്ടുന്ന സമയത്ത് 1,00,000 രൂപ കിട്ടിയെന്നും 7,500 രൂപ മദൻ്റെ വീട്ടിൽ കൊടുത്തുവെന്നും ബാക്കി തുക തൻ്റെ മകളുടെ കല്യാണത്തിനായിട്ട് ചിലവാക്കിയെന്നുമാണ് ചിണ്ടൻ പറയുന്നത്. എന്നിട്ട് ചിണ്ടൻ ഇലക്ഷന് ജയിച്ച സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കാശ് വാങ്ങാമെന്ന് പറയുന്നുണ്ട്. മദനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് അയാൾ അവിടെ ചെയ്യുന്നത്. ഇത് കേട്ട് മറ്റേ നമ്പൂതിരിമാരില്ലേ രാഷ്ട്രീയക്കാരോടുള്ള കളിയൊന്നും നടക്കില്ലെന്ന് മനസ്സിലായി അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ മദനും ചിണ്ടനും ആ നേതാവിനെ തപ്പിപ്പോവുകയാണ്. പക്ഷേ അവിടെ എത്തുമ്പം ചിണ്ടനാണെങ്കിൽ പെട്ടെന്ന് മുങ്ങിക്കളയുകയും ചെയ്യുന്നുണ്ട്. ആ നേതാവ് കൊടുക്കാനുള്ളതെല്ലാം ചിണ്ടന് കൊടുത്തുവെന്നും കഴിഞ്ഞ കാര്യവും പറഞ്ഞ് പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങുന്നത് മോശമല്ലേ എന്നൊക്കെ മദനോട് പറയുന്നുണ്ട്. അങ്ങനെ ആകെ നാണക്കേടും വിഷമവും ഒക്കെ ആകുന്ന മദന് പിന്നീട് സ്വന്തമായി ജോലി കണ്ടെത്തുകയാണ്. ആലീസും ജോലിക്കൊക്കെ പോയി തുടങ്ങി. അങ്ങനെ അവർ പിന്നെയും കുറേ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെയും മദനൻ ആ ബിസിനസ്സൊക്കെ തുടങ്ങുകയാണ്. ഈ സമയത്ത് അമ്മായി മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ദിവസങ്ങൾ കടന്നു പോകുന്നു. മദനൻ വീണ്ടും പഴയ പോലെ ആ ബിസിനസ്സിലേക്കൊക്കെ ചെറിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ കുട്ടി പിന്നെയും അച്ഛ എന്ന് വിളിക്കുകയാണ്. അങ്ങനെ അവർക്കിടയിൽ പിന്നെ ഒരു റൊമാൻസ് പോകാൻ പറ്റുന്ന ഒരു ദിവസം വരികയാണ്. അങ്ങനെ റൊമാൻസൊക്കെ തുടങ്ങുന്ന സമയത്ത് കതകിന് ആരോ മുട്ടുന്നുണ്ട്. അവർ പോയി നോക്കുന്ന സമയത്ത് ആ നമ്പൂതിരിമാരായിരുന്നു. ഒരു കൊട്ടേഷൻ ഉണ്ടെന്ന് അവർ പറയുന്നു. കേശവൻ എന്ന ഒരു നേതാവ് മരിച്ചു. ആ സ്ഥാനത്തേക്ക് മഞ്ഞക്കാരൻ മത്സരിക്കാനായിട്ട് പോവുകയാണ്. നീ കുറച്ച് ദിവസം മാറി നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ഇത്തവണ നമ്മൾ മഞ്ഞക്കാരൻ്റെ കൊട്ടേഷനുമായിട്ടാണ് വന്നതെന്നും അവർ പറയുന്നുണ്ട്. മദനൻ തന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് നേരെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ അവിടെ നിന്ന് ആലീസ് പറയും, ഒരാൾ പാവമാണെന്ന് പറഞ്ഞിട്ട് അയാളെ ഇത്രയും അങ്ങ് ദ്രോഹിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇത് കാരണം ഉണ്ടായിരുന്ന വീടും പോയി ജോലിയും പോയി എല്ലാം പോയി എന്ന് ആലീസ് പറയുന്നത് കേൾക്കുന്ന മദന് വളരെയധികം വിഷമമാവുന്നുണ്ട്. അങ്ങനെ മദനാണെങ്കിൽ കാശുണ്ടാക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. നമ്പൂതിരിമാരോടൊപ്പം പോകുന്നു. മറ്റേ പാർട്ടിക്കാരാണെങ്കിൽ മഞ്ഞക്കാരനെ അപരസ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പൊക്കാനായിട്ട് ഒരു ഓപ്പറേഷനായിട്ട് മദനോത്സവം എന്ന് പേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ ചിണ്ടനാണെങ്കിൽ ഇടപെടാൻ നോക്കുന്നുണ്ടെങ്കിലും ചിണ്ടനെ അവർ ഒതുക്കിയാണ്. അങ്ങനെ നമ്പൂതിരിമാരുടെ കൂടെ ഉണ്ടായിരുന്ന മദനെ അടിച്ചിട്ടിട്ട് അവർ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പാർട്ടി ഓഫീസിലെത്തുന്ന മദനോട് രൂപ തനിക്ക് തരണമെന്ന് മദനം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡീൽ ഓക്കെ എന്ന് അവൻ പറയുന്നു. അങ്ങനെ ഡീൽ ഉറപ്പിച്ച ശേഷം കാശുമായിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് നേരെ ആ നമ്പൂതിരിമാർ ബോംബെറിയുകയാണ്. എന്നിട്ട് മദനെയും കൊണ്ട് അവർ പോകുന്നുണ്ട്. അപ്പം നമ്പൂതിരിമാരോട് അവരിൽ നിന്ന് 10,00,000 വാങ്ങിയെന്ന് പറയുന്നുണ്ട്. ഇനി മഞ്ഞക്കാരൻ്റെ കണ്ട് അയാളുമായിട്ട് ഇടപാട് നടത്താമെന്നും അവർ പറയുകയാണ്. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് എല്ലാവരും പോകണമെന്നൊക്കെ അവനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മഞ്ഞക്കാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. മഞ്ഞക്കാരനാണെങ്കിൽ അവനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്പൂതിരിമാരാണെങ്കിൽ തടയാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവരെയും മഞ്ഞക്കാരെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ മദനെ കൊല്ലാനായി നോക്കുമ്പോൾ മദനം പറയും, ഞാൻ ചത്താൽ കൊന്നത് മഞ്ഞക്കാരനാണെന്ന് പുറത്തു വരും. പിന്നെ വോട്ടുമില്ല പാർട്ടിയുമില്ല എന്ന് മഞ്ഞക്കാരനോട് പറയും. എന്നിട്ടും പറയും, ഡെമ്മിയായി നിന്നാൽ മറ്റേ പാർട്ടിക്കാർ എനിക്ക് കാശ് തരും. സാറിൻ്റെ പവർ വെച്ച് മിനിമം ഒരു 25,00,000 എനിക്ക് തരണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മഞ്ഞക്കാരന് പിന്നെയും ദേഷ്യം വരികയാണ്. എന്നാൽ മദൻ്റെ ദേഷ്യം അവർ അടുക്കുകയാണ്. അയാളുടെ കൂട്ടാളി പറയും, ഇയാളുടെ ഭാര്യ ഇയാൾ മിസ്സിങ് ആണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്ലാൻ ഫുള്ള് പാളുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ മദനോടും നമ്പൂതിരിമാരോടും പറയും, കാശ് തരാം, ഇലക്ഷൻ കഴിഞ്ഞ് തരാം, അതുവരെ നമ്പൂതിരിമാർ മദനെ നോക്കണമെന്നും പറയുന്നുണ്ട്. എന്നാൽ മദനം ആണെങ്കിലോ തൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ വേണമെന്നും കാശും ഇപ്പം തന്നെ വേണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആലീസിനെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ എത്തുന്ന മദനൻ കാണുന്നത് മറ്റേ പാർട്ടിക്കാർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ആലീസിനോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് കതകടക്കുകയാണ്. എന്നാൽ നമ്പൂതിരിമാരാണ് പുറത്തുണ്ടായിരുന്നു. പാർട്ടിക്കാരെ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുമായിട്ട് അടിപിടിയാവുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് റൂം ചവിട്ടി തുറക്കുന്ന നമ്പൂതിരിമാർ കാണുന്നത് ആ റൂമിനുള്ളിൽ ആരും തന്നെ ഇല്ല. ഇവർ എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടുംബത്തെ കാണുന്നില്ല.
പണി നടക്കുന്ന ഒരു റൂമായിരുന്നു അത്. അതിൻ്റെ ബാക്ക് വശം മദൻ ആലീസിനെയും കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവർ ഒരിടത്ത് സേഫ് ആക്കിയതിന് ശേഷം മദനം പറയുന്നുണ്ട്, വീട്ടിൽ ചെന്ന് തിരിച്ച് കാശെടുത്തിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മദനം കാണുന്നത് വീടിന് നേരെ ബോംബെറിയുന്നതും അങ്ങനെ രണ്ട് പാർട്ടിക്കാരും തമ്മിൽ ആകെ അടിപിടിയാവുന്നതൊക്കെയാണ് അവൻ കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്നത്. എന്നാൽ ആ തല്ലിനിടയിലൂടെ ആരും കാണാതെ ഒളിച്ചവൻ വീട്ടിനുള്ളിലേക്ക് കയറുകയാണ്. കാശുമെടുത്ത് ആരും അറിയാതെ തന്നെ ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. മദനൻ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. അവൻ കർണാടകയിലെ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ നമ്പൂതിരിമാരും അവരുടെ കുടുംബവും മദനും അവൻ്റെ കുടുംബവും ഒക്കെ ചേർന്ന് ഒരു കോഴി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒക്കെ നടത്തി അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലീസ് ഗർഭിണിയുമാണ്. എന്നാൽ അവരുടെ വീട്ടിലേക്ക് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥിയൊക്കെ എത്തുകയാണ്. അത് മറ്റാരുമല്ല, നമ്മളുടെ മദനൻ മഞ്ഞക്കാരനായിരുന്നു ആ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഇത് കണ്ട് രണ്ട് നമ്പൂതിരിമാരും നമ്മുടെ മദനും അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട മൂവീസൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ.